ഇന്ത്യയും പാകിസ്ഥാനെയും താരതമ്യം ചെയ്തുകൊണ്ട് പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും ആഭ്യന്തരമന്ത്രി മെഹ്സിൻ നഖ്വിയും രംഗത്ത്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾ രൂക്ഷമാകുന്നതിനിടെ തന്നെ പാകിസ്ഥാൻ സർക്കാരിനുള്ളിൽ നിന്ന് തന്നെ ഭരണ സംവിധാനത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ രാജ്യത്തെ നിലവിലെ സാഹചര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയ ഇവരാകട്ടെ ഷഹബാസ് ഷെരീഫ് സർക്കാരിന് പുതിയ തലവേദന ഉണ്ടാക്കുകയാണ്. സുരക്ഷാ പ്രതിസന്ധി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രാഷ്ട്രീയ അസ്ഥിരത എന്നിവയ്ക്കിടയിലാണ് മന്ത്രിമാരുടെ അസാധാരണ തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഒരേ കാലഘട്ടത്തിലാണ് സ്വാതന്ത്ര്യം നേടിയതെങ്കിലും ഇന്ന് ഇരു രാജ്യങ്ങളും വളർച്ചയുടെ ആഗോള സ്വാധീനത്തിലും വലിയ വ്യത്യസ്തതയിലാണ് നിൽക്കുന്നത് എന്നതാണ് ഖ്വാജ ആസിഫ് തുറന്നു സമ്മതിച്ചിരിക്കുന്നത്. സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക വളർച്ച, അന്താരാഷ്ട്ര രംഗത്തെ സ്ഥാനം എന്നിവയിൽ ഇന്ത്യ മുന്നേറുമ്പോൾ പാകിസ്ഥാൻ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണോ എന്നതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഇന്ത്യയും നമ്മളും ഒരേ സമയം സ്വാതന്ത്ര്യം നേടി. എന്നാൽ ഇന്ന് രണ്ട് രാജ്യങ്ങളും എത്ര ദൂരത്താണ് നിൽക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഖ്വാജ ആസിഫ് തന്നെ ഉയർത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥയ്ക്ക് പുറം ശക്തികളെ മാത്രം കുറ്റപ്പെടുത്താനാകാതെ തന്നെ ഭരണകൂടത്തിന്റെ വീഴ്ചകളും പരിശോധിക്കണമെന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഖ്വാജ ആസിഫ് നൽകിയിരിക്കുന്നത്. രാജ്യത്തിനുള്ളിലെ സുരക്ഷാ സാഹചര്യങ്ങളും ആശങ്കാജനകമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബലൂചിസ്ഥാനിൽ കേന്ദ്ര ഭരണത്തിനെതിരായ അസംതൃപ്തി ഇവിടെ ശക്തമാവുകയാണ്. ഖൈബർ പഖ്തൂൺഖ്വയിൽ ജനങ്ങൾ കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പാകിസ്ഥാൻ അതുപോലെ തന്നെ പാക് അധീന കാശ്മീരിലും ജനങ്ങൾ അവകാശങ്ങൾക്കായി തന്നെ തെരുവിലിറങ്ങിക്കൊണ്ട് അതിനെ വലിയ രീതിയിൽ അദ്ദേഹം പരാമർശം ഉന്നയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ് എന്ന ചർച്ച വീണ്ടും ശക്തമാവുകയാണ്. ഒരു വശത്ത് സാമ്പത്തിക സമ്മർദ്ദം, മറുവശത്ത് ഭീകരവാദവും പ്രാദേശിക അസംതൃപ്തിയും എല്ലാം തന്നെ അതിനോടൊപ്പം ആണ് ഇത്തരത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം കൂടുന്നത്. ഒന്നിനു പിന്നാലെ ഒന്നായി തന്നെ മാറുന്ന പ്രതിസന്ധികൾ സർക്കാരിനെ വലിയ രീതിയിലുള്ള വെല്ലുവിളികളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ശ്രദ്ധേയമാകുന്നത് വിമർശനം പ്രതിപക്ഷത്തു നിന്നല്ല, സ്വന്തം സർക്കാരിലെ മുതിർന്ന മന്ത്രിമാരിൽ നിന്നാണ് എന്നത് ഇപ്പോൾ പാകിസ്ഥാന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭരണപരമായ വീഴ്ചകൾ പരിശോധിക്കണമെന്ന ആസിഫിന്റെ ആഹ്വാനമാകട്ടെ പാക് രാഷ്ട്രീയത്തിലെ ആഭ്യന്തര അസ്ഥിരതയുടെ സൂചനയാണ് എന്നതാണ് വിലയിരുത്തുന്നത്. രാജ്യത്തെ നിലവിലെ അവസ്ഥ തുടർന്നാൽ ഷഹബാസ് ഷെരീഫ് സർക്കാർ കാലാവധി തികക്കില്ല എന്ന ആഭ്യന്തരമന്ത്രി മെഹ്സിൻ നഖ്വി ആകട്ടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എല്ലാ പ്രവിശ്യകളും ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാകുമെന്നും ഭരണകൂടത്തിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം ദിനം പ്രതി തന്നെ കുറഞ്ഞു വരികയാണ് എന്ന വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രധാന തീരുമാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണോ അതോ സൈന്യമാണോ എന്ന നിലയിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സർക്കാരിന് സ്വതന്ത്രമായി തന്നെ തീരുമാനമെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ എത്ര കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും ആശങ്ക കൂടുതൽ ഇവിടെ അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.